ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ജെഇ മെയിൻസിന് ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം. ക്ലീഷേ ഡയലോഗ് അല്ലേ? ഓക്കെ, ഇവിടെ ഇന്ന് 2024 അവസാന ദിവസം. നാളെ ലോകം കണ്ടു തുറക്കുന്നത് പുതുവർഷത്തിലേക്കാണ്. നിങ്ങൾ കണ്ടോ, 2024 എന്ന് പറയുന്നേ കണ്ണടച്ച് തുറന്ന പോലെ അങ്ങ് പോയി. ഒരു കൊല്ലം. ആ ഡയലോഗ് അത് കേട്ട് പരിചയമുള്ള ഡയലോഗ് അല്ലേ? ഇവിടെ നമുക്കെല്ലാ പുതുവർഷങ്ങളും ഫസ്റ്റ് ഫേസ് ജെഇ മെയിൻസ് എക്സാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതെങ്ങനെയാണ്? ഇപ്പോൾ ആദ്യത്തെ ചോദ്യം, സർ ഇനി പ്രിപ്പയർ ചെയ്താൽ ജെഇ മെയിൻസ് കിട്ടുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. ആ ചോദ്യം നമുക്കിനി വേണ്ട. നമുക്കിനിയുള്ള ടൈം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, കാരണം അത് എല്ലാ സമയവും പറയുന്ന ഡയലോഗാണ്. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. പിള്ളേരെ, ഇനിയുള്ള ഓരോ മിനിറ്റുകൾക്കും നിങ്ങളുടെ ഭാവിയുടെ വിലയാണ്. അപ്പോൾ ഇനിയുള്ള ഓരോ പ്രിപ്പറേഷൻസും, അതായത് നമ്മളിനി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും, അതായത് നമ്മുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് എക്സാമിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. അതായത് ഈ എക്സാമിൽ ആവശ്യമുള്ള, നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എങ്ങനെ നമ്മുടെ ജെഇ മെയിൻസ് ഫസ്റ്റ് ഫേസ് എക്സാമിൽ നമുക്ക് യൂസ്ഫുൾ ആകും എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാത്തമാറ്റിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന പ്രിപ്പറേഷനിൽ നിന്നും ഇനി അങ്ങോട്ടേക്ക് എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാം. മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറയാം. ഇത്തവണ നമുക്ക് 25 ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സിനുള്ളത്. 20 ഒബ്ജക്റ്റീവും 5 ന്യൂമറിക്കലും. 10 ഉണ്ടായിരുന്ന ന്യൂമറിക്കൽ 5ലേക്ക് ചുരുക്കി. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷനായിരുന്നു. പക്ഷേ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പണ്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, 10 ന്യൂമറിക്കൽ എന്ന് പറയുന്നത് അപകടമാണ്. കാരണം അവരതിനകത്ത് 5 എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെജോറിറ്റി ചോദ്യങ്ങളും ഭയങ്കര ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി കൂടിയതായിരിക്കും. അപ്പോൾ ഇത്തവണ തന്നെ അവരത് 10ൽ നിന്നും 5ലാക്കുമ്പം അവിടെ, അതായത് 10 ചോയ്സ് ഉണ്ടായിരുന്നതിനും 5ലേക്ക് ചുരുക്കുമ്പോൾ അവരവിടെ നമ്മളോടൊരു സ്നേഹം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഈസി ആകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. മുഴുവൻ ചോദ്യങ്ങളും ഈസി ആയിരിക്കും എന്ന് പറയുന്നില്ല. എന്തായാലും 2-3 ചോദ്യങ്ങൾ ന്യൂമറിക്കലിൻ്റെ വളരെ ഈസി ആയിരിക്കും. അത് നമുക്ക് കിട്ടണം. ഓക്കെ, 20 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിൽ നമുക്ക് മിനിമം 10 എണ്ണം കിട്ടണം. ഉടനെ നിങ്ങൾ ചാടിക്കടിച്ച് ചോദിക്കുന്നത്, സാറേ 10 എണ്ണം കിട്ടിയാൽ മതിയോ? അത് പോരല്ലോ, നമുക്ക് 99% ഒപ്പിക്കണ്ടേ? ആ ചിന്താഗതി ഒന്നും ഇനി പാടില്ല കേട്ടോ. അതായത് നമുക്കത് വേണം. അങ്ങനെ അത് അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് 25 ചോദ്യവും ചെയ്യണം, 25ഉം കിട്ടണം എന്ന് താല്പര്യപ്പെട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം നടത്തുമ്പോൾ നമുക്ക് ഓരോന്നിലും ടെൻഷനാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇത് വന്നാലോ, അടുത്ത ചാപ്റ്റർ അയ്യോ അത് ഞാൻ പഠിച്ചില്ല, എല്ലാത്തിനും ടെൻഷനായിരിക്കും. അതുകൊണ്ട് അത് വിട്. 10 എണ്ണം മിനിമം ഒബ്ജക്റ്റീവ്, ഒരു 3 ന്യൂമറിക്കൽ, ഒരു 13, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം ലാഭം. ഓക്കെ, ആ രീതിയിൽ വേണം. അപ്പോൾ പിള്ളേരെ, ചാപ്റ്റർ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അത്യാവശ്യം എല്ലാ ചാപ്റ്ററുകളും കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെ ബേസ് ഐഡിയാസ് എല്ലാം നിങ്ങൾക്കറിയാം. ഇനിയുള്ള ടൈമിൽ നമുക്ക് എല്ലാ ചാപ്റ്ററുകളും ഒരു സിംഗിൾ റിവിഷൻ നടത്തണം. അതാണ് നമ്മുടെ മിനിമം ആവശ്യം. അതായത് ഏത് ചാപ്റ്ററിൽ, ഇപ്പം ഞാനൊരു 10 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 10 ചോദ്യങ്ങൾ മിനിമം ജെഇ മെയിൻസിന് ഈസി ആയിരിക്കും. ഒബ്ജക്റ്റീവിൽ ഒരു 3 എണ്ണം ന്യൂമറിക്കൽ ഈസി ആയിരിക്കും. അത്ര എണ്ണം കിട്ടാനായിട്ട് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. അതൊരു പക്ഷേ നിങ്ങൾ കരുതുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം കിട്ടുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കരുതുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി കൂടിയൊരു ചോദ്യം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, സാറേ ഒരു ചാപ്റ്ററിൽ നിന്നും 10 ചോദ്യം, അല്ലെങ്കിൽ ചോദ്യം ഒരു ചാപ്റ്ററിൽ നിന്ന് വരില്ല സാറേ, ഒരു ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരുന്നതിനകത്തല്ലേ വെയിറ്റേജ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഡിഫിക്കൽട്ട് വന്നാൽ പണി പാളി. മനസ്സിലായോ പറഞ്ഞത്? അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് വെയിറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇനി അങ്ങോട്ടേക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും എളുപ്പമുള്ള ചോദ്യം വന്നാലും നമുക്ക് കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഇനി നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇൻഡിവിജ്വൽസ് ആണ്, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യ് എന്ന് പറയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിയറി, അത്യാവശ്യം എല്ലാ ബേസ് തിയറിയും മാക്സിമം ഇനി അങ്ങോട്ടേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തതിന് ശേഷം ഓരോ ചാപ്റ്ററും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ആ ചാപ്റ്റർ തിയറി അത്യാവശ്യം നന്നായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക. അതിൽ ആ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടൈപ്പുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എളുപ്പമുള്ളത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ജെഇ എക്സ്പ്രസ്
ഷുവർ ഷോട്ട് ലൈവ് പ്രോഗ്രാം. രണ്ടര മണിക്കൂറിൻ്റെ അത്ഭുതം എന്നാണ് JEE എക്സ്പ്രസ് ഷുവർ ഷോട്ട് ലൈവ് പ്രോഗ്രാമിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, JEE മെയിൻസിന് വരുന്ന പോലത്തെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എക്സാമിനെ ഡീകോഡ് ചെയ്യാനുള്ള സമയമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് അതിൻ്റെ ആവശ്യകത കൂടുതൽ. അതായത് നിങ്ങൾക്കൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാനെടുക്കുന്ന സമയത്തിൻ്റെ വളരെ കുറച്ച് സമയം, 2.5 മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യ ടൈമാണ്. ആ ടൈം കൊണ്ട് ആ ചാപ്റ്ററിൻ്റെ തിയറി, അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഉള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയും ആ തിയറി, ആ ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയർ JEE മെയിൻസിന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ JEE എക്സ്പ്രസ് ഷുവർ ഷോട്ട് ലൈവ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. ഇനി അങ്ങോട്ടേക്ക് നാളെ സാറേ വേറെ ചാപ്റ്ററിൻ്റെ മോഡൽ എക്സാം ഉണ്ട്, അവിടെ ഇതുകൊണ്ട് ഇവിടെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. കാരണം നമുക്കിനി മാറ്റി വെക്കാൻ സമയമില്ല. നാളത്തേക്ക് മാറ്റി വെക്കാൻ നമുക്കിനി സമയമില്ല. അതുകൊണ്ട് മിനിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ പ്രോഗ്രാം കാണണം. അത്ര ഭംഗിയായിട്ടൊരു പ്രിപ്പറേഷൻ നടന്നില്ലെങ്കിലും കാണണം. അത് പറയാൻ കാര്യം, അതായത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ ഈ പ്രോഗ്രാം കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ഉറപ്പിക്കാനും, ഇനി അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തില്ല എന്ന് തോന്നുന്നവർ ഇത് കാണേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് മിനിമം ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകുക എന്നുള്ളതും കൂടെ ചേർത്താണ്. മനസ്സിലായോ പറഞ്ഞു? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രോഗ്രാമിൽ പാർട്ടാവണം. അപ്പോൾ മനുസാറ് പറഞ്ഞു കേട്ടല്ലോ, ഇനി കുറച്ച് റിയാലിറ്റി ഞാൻ പറയാം. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് JEE ചാനലിലെ ലൈവിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും. ഇനി നാളെ മുതൽ, അതായത് ജനുവരി 1-ാം തീയതി മുതൽ ബ്രില്യൻ്റ് നിങ്ങൾക്കൊരു ന്യൂ ഇയർ സമ്മാനം തരികയാണ്. ഇത്രയും ദിവസം ഓരോ ചാപ്റ്ററിൻ്റെയും ലൈവിൻ്റെ ഭാഗമായിരുന്നു നിങ്ങളെങ്കിൽ നാളെ മുതൽ നിങ്ങൾ 2 ചാപ്റ്ററുകളായിരിക്കും ലൈവിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ മാത്സ് എന്ന സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം മനുസാറാണ്. അപ്പോൾ മനുസാർ കൈകാര്യം ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. അടുത്ത ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായ നിഷാന്ത് സാറാണ്. നിഷാന്ത് സാർ കൈകാര്യം ചെയ്യുന്ന കെമിസ്ട്രി സബ്ജക്റ്റിൽ സം ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് 1 നോമൻക്ലേച്ചർ. അപ്പോൾ നാളെ മുതൽ നമ്മുടെ ലൈവിൻ്റെ പരമ്പരയാണ്. JEE മെയിൻസിനും JEE അഡ്വാൻസിനും ഒക്കെ തൊട്ട് തലേ ദിവസം വരെ ഈ ലൈവിൻ്റെ ഭാഗമാകണം നിങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ ലൈവിൻ്റെ ഭാഗമായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്കാണ് വിജയം നേടാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ബ്രില്യൻറ്റിനൊപ്പം JEE ചാനൽ. Brilliant Study Center, India's #1 coaching center for NEET and JEE.